ഈ വൈകാരികത പലരുടെയും മെന്റൽ ഹെൽത്തിനെ ബാധിക്കുകയുള്ളൂ. മാത്രല്ല ഇതാണ് ഇപ്പൊ ഒരാൾക്ക് മരിക്കാൻ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ മരിക്കാൻ പോകുമ്പോഴും വേറൊരാളെ വേദനിപ്പിച്ച് അവരുടെ എന്താ പറയാ ജീവിക്കാനുള്ള ഒരു അതും കൂടിയും മോശമാക്കിയിട്ട് പോണ ആ പ്രവണത നമുക്ക് ഒരിക്കലും അത് സാഡിസാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമ്മുടെ സദാചാരം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തില് ഇടപെടണ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. അത് നമ്മുടെ ഇതാണെങ്കിൽ നമ്മളത്. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിലൊന്നും അത് നമ്മളിങ്ങനെ പ്രചരിപ്പിക്കരുത്. അപ്പൊ എനിക്ക് പറയാനൊരു അവസരം എല്ലാവരും തരുമോ സാർ സഹിതം? അപ്പൊ ഞാൻ പറഞ്ഞത് ആരെയാണോ ഇപ്പം ഈ പറഞ്ഞ എന്നെ കുറിച്ച് ഞാനിപ്പം എന്തെങ്കിലും ഇപ്പം ഞാൻ തുറന്ന് ഞാൻ പറയുന്നു, ഇത് കട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഞാനിപ്പോൾ എന്തെങ്കിലും പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് എൻ്റെ പേര് പരാതി വന്നു. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, അച്ഛനുണ്ട്. ഒരു സെക്കൻഡ് ഒന്ന് കേൾക്കത് ഞാൻ പറയുന്നത് കേൾക്ക് സുഹൃത്തെ. അത് അങ്ങനെ ഞാൻ പറയുമ്പോൾ എൻ്റെ വീട്ടിൽ കയറാൻ ഞാനൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇവിടെ ജീവിച്ചു തന്നെ ഞാൻ അങ്ങനെ ഒരു ബലാത്സംഗക്കാരനായിട്ടോ പീഡാക്കാരനായിട്ടില്ല. ഞാൻ ജീവിക്കുന്ന അന്തസ്സായിട്ട് നാട്ടുകാരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ നമ്മുടെ മെന്റൽ ഹെൽത്ത് മോശമായാൽ മറ്റൊരാളുടെ മെന്റൽ ഹെൽത്തും കൂടി മോശമാക്കിയിട്ട് മരിച്ചോളൂ എന്ന് പറയുന്നത് അതൊരു സാഡിസം തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ആള് ബലാത്സംഗം ചെയ്തു എന്നല്ല, പക്ഷെ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നത് അതൊരു മോശമായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. സദാചാര പോലീസിംഗിലൊക്കെ വരുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു സംസാരത്തിലൂടെ ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ ക്യാരക്ടർ കൂടി അതിലൂടെ വെളിവാകുന്ന പറയണത്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കൂടി അതിനകത്ത് വെളിവാക്കപ്പെടുന്നുണ്ട്. ഒരു കൗൺസിലിംഗ് അനിവാര്യമായ ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ അപ്രകാരമുള്ള ഒരു ഒഫൻസ് ചെയ്യാൻ അപ്രകാരമുള്ള ഒരു ഒഫൻസിലൂടെ ഒരു പ്രതികാര മനോഭാവത്തിന്റെ ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് പുള്ളി പറയുന്നത്. അതൊരു പൊതുസമൂഹത്തിന്റെ ചിന്താധാരക്കൊപ്പമല്ല. ഞാൻ നാളെ മരിക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് മരിക്കുള്ളൂ, വേറെ ആരും ഒന്നും ചെയ്യണ്ട. എന്നെ ഇങ്ങനെ ഒരു അലിഗേഷൻ എന്റെ അടുത്ത് വേണ്ടാത്ത ഒരു അലിഗേഷൻ വന്നാൽ നാളെ അജയ് ഉണ്ണി ഇങ്ങനെയാണ് അജയ് ഉണ്ണി ജയിലിൽ പോവല്ലോ. അജയ് ഉണ്ണി നാളെ മരിക്കുവാണെങ്കിൽ എന്റെ എതിരെ കള്ളപ്രചരണം നടത്തിയ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടാണ് അജയ് ഉണ്ണി. ഇന്ന് അജയ് ഉണ്ണി മാത്രം ആരും ഇത് ചെയ്യരുത്, ഫോളോ ചെയ്യരുത്. ഇത് അജയ് ഉണ്ണി ഇതാണ് ചെയ്യുള്ളൂ. എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്യട്ടോ. അല്ലാണ്ട് അയാൾ പറഞ്ഞ ഒരു കാര്യം എടുത്ത് നാളെ എന്നെ അകത്തേക്ക് ഉണ്ടാക്കാം, ദൈവത്തെ ഓർത്ത് അകത്തേക്ക് വിടരുത്. അറിയാണ്ട് ഞാൻ കേരളത്തിൽ ഇപ്പൊ ഈ സംഭവത്തെ പറ്റി ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അത് വേണ്ട, അത് വിട്ടു. കാരണം നമ്മുടെ മെന്റലി വൂണ്ടായിട്ടുള്ള ഒരാള് ഈ ഒരു വീഡിയോ കണ്ടാൽ ഒരു പക്ഷെ ഇത് ഫോളോ ചെയ്യാൻ, കാരണം മെന്റലി വൂണ്ടായിട്ടുള്ള എല്ലാവരും പുറത്തേക്ക് ഇത് പബ്ലിസിറ്റി വരുന്നില്ല. ഇപ്പൊ ഈ കുട്ടി യൂട്യൂബിൽ ചെയ്ത പോലെ എല്ലാവരും കുറെയൊക്കെ ഉള്ളിൽ ഒതുങ്ങാണ്. അതായത് ഉള്ളിലേക്ക് ഇൻട്രോവേർട്ട് ആയി മാറി എപ്പോഴെങ്കിലും ഒക്കെ ആത്മഹത്യയിലേക്ക് പോവാണ്. ഒരു പക്ഷെ അവരുടെ ആ ഒരു ചാലഞ്ചിങ് മൈൻഡിൽ ഇത് കേട്ടാൽ ഒരു പക്ഷെ അവർക്ക് അങ്ങനെ ഒരു തോട്ട് വന്നാൽ അകത്താവും. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ഒരു ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.